ഹായ്, എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെയായി. ഇന്ന് ഓണത്തിന് സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്, വേറെ ഒന്നല്ല, നമ്മളുടെ അവിയൽ റെസിപ്പി തന്നെയാണ്. ഇവിടെ അങ്ങനെ എപ്പോഴും അവിയലൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല. ഇതുപോലെ ഈ ഓണം വിഷു അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ സാമ്പാർ കഷ്ണം വാങ്ങണം, അങ്ങനെയാണെങ്കിൽ ഒരു അവിയൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്കിന്ന് അവിയൽ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി വന്നാലോ. വെജിറ്റബിൾസിനായിട്ട് എടുത്തത് കുമ്പളങ്ങ, മുരിങ്ങക്കായ, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ചുരയ്ക്ക, വെള്ളരിക്ക, ക്യാരറ്റ്, അച്ചിങ്ങ, പിന്നെ പച്ചക്കായ. ഇതെല്ലാനും നല്ലപോലെ വൃത്തിയാക്കി കഴുകി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞെടുക്കണം. ഒരാളും കൂടെ ഉണ്ട്, നമ്മളുടെ ചേന. ഇത് ഞാൻ വേറെ മാറ്റിയാണ് വെച്ചെടുക്കുന്നത്. എന്താ വെച്ചാൽ എനിക്ക് തൊടുമ്പോഴേക്കും തന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കുള്ളൂ. ഇത് വേറെയും ഞാൻ വേവിച്ച് തന്നെയാണ് കേട്ടോ എടുത്തത്, സെപ്പറേറ്റ് ആയിട്ട്. ഇതിനി എല്ലാനും നീളത്തിലായിട്ട് അരിഞ്ഞെടുക്കണം. ആദ്യം തന്നെ ചേന നീളത്തിൽ അരിഞ്ഞിട്ട് അതിലാവശ്യമുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചാണ് എടുത്തത്. ഒരു 2 വിസിൽ അത്രേ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ വെജിറ്റബിൾസും നീളത്തിൽ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കായ വേറെ ഉപ്പിലിട്ട് വെച്ചിരിക്കണം. അതിലൊരു ചെറിയ കറി ഉണ്ടാവുമല്ലോ, അതൊന്ന് കളയാൻ വേണ്ടി. വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾക്കിനി നമ്മളുടെ പണി തുടങ്ങാം. ഇതിൽ ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതാണ് മസാല. ഇതിൽ കൂടുതലൊരു മസാല ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ 1 ഉള്ളം കൈ നിറയെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്താൽ അത്രയും നല്ലത്. ഇത് മുളകെന്ന് വെച്ചാൽ വീട്ടിൽ പൊടിച്ചതാണ്, അപ്പോൾ ഭയങ്കര ചുട്ടാവതിപ്പായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാട്ടണത്. ഇതെല്ലാവരും നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾക്ക് കുറച്ച് നേരം വെക്കണമെങ്കിൽ വെക്കാം. ഇതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് തന്നെ ധാരാളമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറേ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അത് നല്ലപോലെ നമ്മൾക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. ഒരു മാക്സിമം 5 മിനിറ്റ്. വലിയ വേവിൻ്റെ ഉള്ളൊന്നും അല്ലല്ലോ, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഹാഫ് കുക്കഡ് ആക്കിയാൽ മതി, ഫുൾ കുക്കഡ് ആക്കരുത്. ആകെ ഉടഞ്ഞു പോകും. അവിൽ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല, അതിൻ്റെ ടേസ്റ്റും നമ്മൾക്ക് മനസ്സിലാവില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എല്ലാം ഇതുപോലെ വെന്ത് കിട്ടും. അതിലെന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച ചേന അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും നമ്മൾക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ നല്ലപോലെ വേണം. ഞാനിതിൽ ഒരു 1.5 മുറി എടുത്തിട്ടുണ്ട്. അതിലൊരു 1.5 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളത് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരു തരി വെള്ളം പോലും അതിൻ്റെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് ഒതുക്കി കിട്ടും. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ആ കറിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. അവിയലിൻ്റെ സ്വാദ് കൂട്ടണ തന്നെ ഈ നമ്മൾ ഒതുക്കിയിടുന്ന തേങ്ങയാണ്. തേങ്ങ കുറഞ്ഞു പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. തേങ്ങയും ലാസ്റ്റ് ഒഴിക്കണ പച്ച വെളിച്ചെണ്ണയും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വന്ന് തുടങ്ങും. ഇത് നല്ലപോലെ ഇതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു 3 മിനിറ്റ് ആ അരപ്പൊന്ന് വേവാൻ വേണ്ടി 3 മിനിറ്റ് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പുളിക്ക് വേണ്ടി ഞാനിവിടെ തൈരാണ് എടുക്കുന്നത്. അത് ഞാൻ മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് ഇതുപോലെ ബീറ്റ് ചെയ്ത് അതിൻ്റെ ആ കട്ടകളൊക്കെ ഒന്ന് മാറ്റി, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. കട്ടത്തൈര് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തൈര് ഇതുപോലെ നല്ലപോലെ ആയിക്കഴിയും. നമ്മൾക്കപ്പോൾ അത് നേരെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി പുളിക്ക് തൈര് ഇഷ്ടമില്ലാത്തവർക്ക് ഈ പച്ചക്കറി നമ്മൾ വേവിക്കുമല്ലോ, അതിൽ കുറച്ച് മാങ്ങ പീസുകൾ ഇട്ടാലും മതി. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടിട്ട് അതിൽ വെളിച്ചെണ്ണ ഇടാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ അതിൻ്റെ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. നമ്മളുടെ കറി ഇവിടെ റെഡിയാണ്. വേഗമാവും, നല്ല എളുപ്പമാണ്. നമ്മൾ ഓണത്തിനൊക്കെ എന്തായാലും എല്ലാവരും വീട്ടിൽ, ചിലവരിത് കുറച്ച് ചാറ് പോലെയും ആക്കി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് നമ്മളുടെ സിമ്പിൾ നാടൻ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറായിരിക്കും. ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഇന്ന് അവിയൽ തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല.
ചെമ്മീൻ അച്ചാർ ഉണ്ടായിരുന്നു, അതും കൂടിയാണ് കഴിച്ചെടുക്കണത്. പിന്നെ അരി, ഈ പ്രാവശ്യം ഈ അരിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. സാധാരണ മട്ട അരിയാണ് വാങ്ങാറ്. ഈ അരി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ കുട്ടികൾക്കും ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ പറയും ഇടയ്ക്ക് ഹെൽത്തിയൊക്കെ കഴിക്കണം. ഈ അരിയാണ് പൊതുവേ പുള്ളി എപ്പോഴും പ്രിഫർ ചെയ്യണത് ഇതാണ്. പിന്നെ എനിക്കിഷ്ടമല്ലാത്ത കാരണമാണ് ആൾ അങ്ങനെ ഇത് വാങ്ങാത്തത്. ഇത് നവര അരിയാണ്, ഹെൽത്തിയാണ്, പ്രതിരോധശേഷി കൂട്ടാനും ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുതലുള്ള അരിയാണിത്. പിന്നെ ഇത് ദഹിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ഗുണമുള്ള അരിയാണ്. സ്റ്റിക്കി ഒന്നല്ല, ഇങ്ങനെ നല്ല പൂ പോലെ വിരിഞ്ഞ് വരും. ഇതിൻ്റെ കഞ്ഞി ബെസ്റ്റാണ്. എനിക്ക് കഞ്ഞി നല്ല ഇഷ്ടമാണ്. കഞ്ഞി ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്